the name above all other names, the name before which every creation bowed down. That name is Jesus Christ. കാൽവരി മലയിൽ നിന്നുയരും യേശുവിൻ രക്ഷാവചനമിതാ, ആദിയും അന്തവുമായൊരു വചനം, രക്ഷാവചനം. യേശുവിൻ്റെ രക്ഷാകരമായ സംഭവങ്ങൾ അനുസ്മരിക്കുന്ന ഈ അനുഗ്രഹീത കാലഘട്ടത്തിൽ ഈ രക്ഷാവചനത്തിലേക്ക് ഷാലോം പ്രേക്ഷകരെ സ്നേഹമോടെ സ്വാഗതം ചെയ്യുകയാണ്. 118 സങ്കീർത്തനം ഫാദർ ജോസഫ് മനക്കിൽ കവിതാരൂപത്തിൽ എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്: കമാനങ്ങളെ അണിഞ്ഞൊരുങ്ങൂ, കവാടങ്ങളെ തുറന്നിടുവിൻ, മഹാരാജൻ എന്നെഴുന്നള്ളുന്നു, മഹാമഹിമയോടെഴുന്നള്ളുന്നു. മഹാമഹിമയോടെ എഴുന്നള്ളുന്ന മഹാരാജനെ നമ്മുടെ ഹൃദയകവാടം തുറന്ന് സ്വീകരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ കാലഘട്ടമാണിത്. ഓശാന ഞായറാഴ്ച തുടങ്ങി പെസഹ വ്യാഴാഴ്ചയിലൂടെ പ്രത്യേകിച്ച് വിമോചനത്തിൻ്റെ അനുസ്മരണം നടത്തുന്ന പെസഹ വ്യാഴാഴ്ച കഴിയുമ്പോൾ സ്വയം ആത്മബലിയായി നമുക്ക് വേണ്ടി കാൽവരിയിൽ സമർപ്പിച്ചതിൻ്റെ അനുസ്മരണത്തിലൂടെ സാവധാനം ഉദ്ധാനത്തിൻ്റെ മഹത്വത്തിലേക്ക്, അതിൻ്റെ കൃപയിലേക്ക് നാം ഓരോരുത്തരും നടന്നു നീങ്ങുകയാണ്. ഒലിവിൻ ചില്ലകളേന്തി ഓശാന പാടിക്കൊണ്ട് ഓർസ്ലേമിലെ ജനതതി യെരൂസലേമിലേക്ക് യേശുവിനെ സ്വീകരിക്കുന്നു. ഓശാന പാടി എതിരേൽക്കുന്ന ഈ ജനതതിയെ, പ്രത്യേകിച്ച് ഒലിവിൻ കൊമ്പുകൾ കൈകളിലേന്തി യേശുവിനെ സ്വീകരിക്കുന്ന ആ രംഗം നമ്മുടെ മനസ്സുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ അറിയാതെ ഓർമ്മ വരുന്ന ഒരു ഭാഗം ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം 11-ാം വാക്യമാണ്. അവിടെ നാം കാണുന്നത് ഇതാണ്: നോഹ പ്രളയത്തിൻ്റെ അവസാന ഭാഗത്ത് പെട്ടകത്തിൽ നിന്ന് ഒരു പ്രാവിനെ പുറത്തേക്ക് അയക്കുന്നു. അങ്ങനെ 7 ദിവസം കൂടി കഴിഞ്ഞിട്ട് വീണ്ടും അവൻ പ്രാവിനെ പെട്ടകത്തിന് പുറത്തുവിട്ടു. വൈകുന്നേരമായപ്പോൾ പ്രാവ് തിരിച്ചു വന്നു. കൊത്തിയെടുത്ത ഒരു ഒലിവില അതിൻ്റെ ചുണ്ടിലുണ്ടായിരുന്നു. വെള്ളമിറങ്ങിയെന്ന് നോഹയ്ക്ക് അങ്ങനെ മനസ്സിലായി. അങ്ങനെ ഒലിവിൻ്റെ ഒരു ശാഖ അതിൻ്റെ കൊക്കിൽ കൊത്തിയെടുത്ത് കടന്നു വരുന്ന ഈ പ്രാവ് നമ്മെ ഓർമ്മിപ്പിക്കുക ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഒരു സാന്നിധ്യത്തെയാണ്. മാത്രമല്ല, ഈ ഒലിവിൻ്റെ മരം അത് പ്രളയത്തെ അതിജീവിപ്പിച്ചു എന്നുകൂടെ നമ്മെ അനുസ്മരിപ്പിക്കുന്നു. അങ്ങനെ പ്രളയത്തെയും അതിൻ്റെ വിനാശത്തെയും ഒക്കെ അതിജീവിക്കുന്ന ഒരു ഓർമ്മയാണ് ഈ ഒലിവിൻ്റെ ശാഖ ഓർസ്ലേം നിവാസികൾ കൈകളിലേന്തി ഓശാന പാടി യേശുവിനെ എതിരേൽക്കുമ്പോൾ നമ്മുടെ മനസ്സുകളിലേക്കും കടന്നു വരേണ്ടത്. ഒലിവ് മരം ഒരു നിത്യഹരിത വൃക്ഷമാണ്. പ്രത്യേകിച്ച് പാലസ്തീനയിൽ വിശുദ്ധ നാട് സന്ദർശിക്കുന്നവർക്ക് ഓർമ്മയുണ്ടാകും, ഏതൊരു വേനൽക്കാലത്തും ഈ ഒലിവിൻ്റെ കൊമ്പുകളിൽ അതിൻ്റെ ഹരിതാഭ നിറഞ്ഞ ഇലകൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കും. അതിൽ നിന്നും നമ്മുടെ നാട്ടിലുള്ള ഈ കൊന്നപ്പൂക്കൾ പോലെയുള്ള മഞ്ഞ പൂക്കളും കാണാനാകും. അങ്ങനെ ഹരിതാഭ നിറഞ്ഞ ഇലകൾക്കിടയിൽ മഞ്ഞപ്പൂക്കൾ നിൽക്കുന്ന ഈ ഒലിവിൻ്റെ കൊമ്പ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നിത്യഹരിതമായ ദൈവത്തിൻ്റെ സാന്നിധ്യം തന്നെയാണ്.
52-ാം സങ്കീർത്തനം ഇപ്രകാരം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്: ദൈവത്തിൻ്റെ ഭവനത്തിൽ തഴച്ചു വളരുന്ന ഒലിവുമരം പോലെയാണ് ഞാൻ. ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ഞാൻ എന്നേക്കും ആശ്രയിക്കുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ നിലനിൽക്കുന്ന ഒരു വിശുദ്ധ സാന്നിധ്യമാണ് ഒലിവിൻ്റെ ശാഖ, ഒലിവുമരം തന്നെ നമ്മെ ഓർമ്മിപ്പിക്കുക. ഈ ഒലിവിൻ്റെ ശാഖകൾ കൈകളിലേന്തിക്കൊണ്ടാണ്, അങ്ങനെ ദൈവത്തിൻ്റെ കാരുണ്യം തങ്ങളുടെ ജീവിതത്തിലേക്ക് ഒഴുകിയിറങ്ങുന്ന അനുഭവം കൊണ്ടാണ് ഓർസ്ലേം നിവാസികൾ യേശുവിനെ ഓശാന പാടി സ്വീകരിക്കുക. ഒലിവിൻ്റെ എണ്ണയിൽ നിന്ന് എടുക്കുന്ന ആ തൈലം പൂശിക്കൊണ്ടാണ് പഴയ നിയമത്തിൽ രാജാക്കന്മാരെയും പ്രവാചകന്മാരെയും പുരോഹിതരെയും ഒക്കെ അഭിഷേചനം നടത്തുക. അങ്ങനെ വിശുദ്ധിയുടെ അഭിഷേചനത്തിൻ്റെ ഓർമ്മ കൂടിയാണ് ഒലിവ് നമ്മുടെ മനസ്സുകളിൽ കൊണ്ടുവരുന്നത്. ഇസ്രായേൽ പാരമ്പര്യത്തിൽ ദേവാലയങ്ങളിൽ കത്തിക്കാൻ ഉപയോഗിക്കുന്ന ആ കെടാവിളക്ക്, അതിലൊഴിക്കുന്ന എണ്ണയും ഒലിവിൻ്റെ എണ്ണയാണ്. അങ്ങനെ നിത്യമായ ദൈവത്തിൻ്റെ കാരുണ്യത്തെ ഓർമ്മിപ്പിക്കുകയും ജീവിതത്തിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന ഹരിതാഭ ദൈവത്തിൻ്റെ അനുഗ്രഹം അനുഭവിക്കുന്നതിൻ്റെ ഓർമ്മയും വിശുദ്ധിയുടെയും അഭിഷേചനത്തിൻ്റെയും വേർതിരിക്കപ്പെട്ട് വിശുദ്ധിയിൽ നിലനിർത്തുന്നതിൻ്റെയും ഒക്കെ ഓർമ്മയാണ് ഒലിവ് മരം, ഒലിവിൻ്റെ ശാഖകൾ നമ്മുടെ മനസ്സുകളിലേക്ക് കൊണ്ടുവരിക. ശാന്തിയുടെ, സൗന്ദര്യത്തിൻ്റെ ഓർമ്മകൾ, വിശുദ്ധിയുടെ ഓർമ്മകൾ ഈ ഒലിവ് മരം സമ്മാനിക്കുമ്പോൾ അവ ഉയർത്തി ആഹ്ലാദാരവത്തോടുകൂടെ, ഉത്സവ സന്തോഷത്തോടുകൂടെ ജനങ്ങൾ ഓശാന പാടി ആർത്തുല്ലസിക്കുമ്പോൾ അവരുടെ ഉള്ളിലുള്ള ആ പ്രതീക്ഷ, തങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ആ രക്ഷകൻ നൽകുന്ന അമോചനം, ഇതൊക്കെയാണ് ഇസ്രായേൽ ജനത്തെ പ്രത്യേകമായ വിധത്തിൽ അനുസ്മരിപ്പിച്ചത്. 4 സുവിശേഷങ്ങളും ഈ ഓശാന പാടി എതിരേറ്റതിൻ്റെ വിവരണം നൽകുമ്പോൾ സമാന്തര സുവിശേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 13-ാം വാക്യത്തിൽ നാം കാണുക, ഈന്തപ്പന ഓല വീശിക്കൊണ്ടാണ് ഇസ്രായേൽ ജനം യേശുവിനെ എതിരേൽക്കുക. പാലസ്തീനയിൽ ഒലിവിൻ്റെ മരങ്ങൾ പോലെ തന്നെ എല്ലായിടത്തും കാണുവാൻ സാധിക്കുന്ന ഒന്നാണ് ഈ ഈന്തപ്പനകൾ. ജലലഭ്യത കുറഞ്ഞ സ്ഥലത്തും അത് നിലനിൽക്കും. ഏത് കൊടിയ വരൾച്ചയിലും അത് ഉണങ്ങാതെ നിൽക്കും. ദൈവത്തിൻ്റെ കൃപാവരം ജീവിതത്തിലേക്ക് കടന്നു വരുന്ന വ്യക്തികൾക്ക് ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും പ്രക്ഷുബ്ധമായ അന്തരീക്ഷത്തിലും അവർ പിടിച്ചു നിൽക്കും. അനുഗ്രഹത്തിൻ്റെ തണലിൽ അവർ എന്നും നിലനിൽക്കുമെന്നുള്ള ഓർമ്മയാണ് ഈന്തപ്പന ഓലകൾ നമുക്ക് സമ്മാനിക്കേണ്ടത്. വെളിപാടിൻ്റെ പുസ്തകം 7-ാം അധ്യായം 9-ാം വാക്യത്തിൽ നാം കാണുക, ഇതിനുശേഷം ഞാൻ നോക്കിയപ്പോൾ ഇതാ, എണ്ണിത്തിട്ടപ്പെടുത്താൻ ആർക്കും സാധിക്കാത്ത ഒരു വലിയ ജനക്കൂട്ടം. അവർ സകല ജനതകളിലും ഗോത്രങ്ങളിലും രാജ്യങ്ങളിലും ഭാഷകളിലും നിന്നിരുന്നവർ. അവർ വെള്ള അങ്കിയണിഞ്ഞ് കൈകളിൽ കുരുത്തോലയുമായി ഈന്തപ്പനയോലകളുമായി സിംഹാസനത്തിന് മുൻപിൽ കുഞ്ഞാടിൻ്റെ മുൻപിൽ നിന്നിടുന്നു എന്ന് വിവരിക്കുന്ന ഭാഗമുണ്ട്. ഈ ഈന്തപ്പന ഓലകൾ നമ്മെ ഓർമ്മിപ്പിക്കുക വിജയത്തിൻ്റെ, ദൈവത്തിൻ്റെ കൃപാവരത്തിൽ എന്നും പ്രതികൂല സാഹചര്യങ്ങൾ അതിജീവിക്കുന്നതിൻ്റെ ഓർമ്മയാണ്. ഒരുപക്ഷേ നാം ശ്രദ്ധിച്ചിരിക്കും, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ UNOയുടെ എംബ്ലം, അതിൻ്റെ ലോഗോയിൽ കാണുക 2 ഈന്തപ്പന ഓലകളാണ്. അത് ശാന്തിയുടെ, സമാധാനത്തിൻ്റെ, നിലനിൽപ്പിൻ്റെ, കൂട്ടായ്മയുടെ ഒക്കെ പ്രതീകമാണ്.
അപ്പോൾ ഓർസ്ലേമിലെ ജനങ്ങൾ തങ്ങളുടെ കൈകളിൽ ഏന്തിയ ഒലിവിൻ ശാഖകളും ഈ ഈന്തപ്പന ഓലകളുമൊക്കെ ഓർമ്മിപ്പിക്കുക. വിശുദ്ധിയുടെ, ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ, ദൈവമെന്നും താങ്ങി നടത്തുന്നതിൻ്റെ പ്രതികൂല സാഹചര്യങ്ങളിലും അവിടുന്ന് നമ്മെ കാത്തു സംരക്ഷിക്കുന്നതിൻ്റെ ഒക്കെ ഓർമ്മയാണ്. നമ്മുടെ കേരളത്തിൽ നാം ഈ ഒലിവിൻ ശാഖകൾക്ക് പകരം, അല്ലെങ്കിൽ ഈന്തപ്പന ഓലകൾക്ക് പകരം നാം ഈ ഓശാന പ്രദക്ഷിണത്തിൽ ഉപയോഗിക്കുക കുരുത്തോലയാണ്. കുരുന്നായ ഓല, അതാണ് കുരുത്തോല. എന്താണ് ഈ ആകർഷണമായ ഇളം മഞ്ഞ നിറത്തിലുള്ള ഈ ഇളം ഓലകൾ, കുരുത്തോലകൾ നമ്മെ ഓർമ്മിപ്പിക്കുക? എസെക്കിയേലിൻ്റെ പുസ്തകം 36-ാം അധ്യായത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു: ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും, നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസള ഹൃദയം നൽകും. ഈ ഇളം ഓലകൾ, ഈ കുരുത്തോലകൾ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കേണ്ട ഈ പുതിയ ഹൃദയ നൈർമല്യത്തിൻ്റെ, ജീവിതത്തിലെ പരിവർത്തനത്തിൻ്റെ ഒക്കെ ഓർമ്മയാണ്. അങ്ങനെ ഈ കുരുത്തോലയുമായി നാം ഈ ഓശാന ആചരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരേണ്ട ഓർമ്മ ഇതാണ്: എൻ്റെ ജീവിതത്തിൽ ഞാൻ അവശ്യം മാറ്റിയെടുക്കേണ്ട എൻ്റെ ജീവിതത്തിൻ്റെ ശൈലി തന്നെ ദൈവത്തിങ്കിലേക്ക് പിന്തിരിയുവാനും, അങ്ങനെ ഒരു മാംസളമായ ഹൃദയം, എൻ്റെ പഴയ ശിലാഹൃദയമൊക്കെ മാറ്റിക്കൊണ്ട് ദൈവസ്നേഹത്തിൽ തുടിക്കുന്ന ഒരു ഹൃദയം എൻ്റെ സ്വന്തമാക്കുവാനാകണം. അപ്പോഴാണ് യഥാർത്ഥത്തിൽ മോചകനായ യേശു നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരിക. നമ്മുടെ കൈകളിൽ നാം ഏന്തുന്ന ഈ ഒരു കുരുത്തോല, ഒരു വർഷത്തിന് ശേഷം അതിൻ്റെ കത്തിച്ച ചാരമാണ് വിഭൂതി തിരുനാൾ ദിനത്തിൽ നാം നമ്മുടെ നെറ്റുകളിൽ കുരിശാകൃതിയിൽ പൂശുക. മനുഷ്യ, നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് പിന്തിരിയും എന്ന് വൈദികൻ, കാർമ്മികൻ നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ നെറ്റിത്തടങ്ങളിൽ ചാർത്തുക. ഈ ആരവങ്ങളുടെ എല്ലാം അന്ത്യത്തിൽ ചാരമാകുന്ന തളിരില്ല. ഇത് നമുക്കും ഒരു ഓർമ്മയാണ്. ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും വിമോചകനായ ക്രിസ്തുവിൽ വിട്ടുകൊടുക്കുവാനും, ആ ക്രിസ്തുവിൻ്റെ സ്നേഹവും സാന്നിധ്യവുമൊക്കെ നമ്മുടെ ഹൃദയത്തിൽ നിറയ്ക്കുവാനും, അങ്ങനെ ജീവിതം കൂടുതൽ അവിടുത്തെ കാരുണ്യത്തിൽ, സ്നേഹത്തിൽ, സാന്ത്വനത്തിൽ നിലനിർത്തുവാനുമുള്ള ഓർമ്മ. ഓശാന പാടിക്കൊണ്ട് ഇസ്രായേൽ ജനം ക്രിസ്തുവിനെ എതിരേൽക്കുമ്പോൾ തീർച്ചയായും അവർ ഉള്ളിൻ്റെ ഉള്ളിൽ പ്രാർത്ഥിക്കുക, കർത്താവേ, ഞങ്ങളെ അങ്ങ് മോചിപ്പിക്കണമേ എന്നാണ് ആ ഓശാന എന്ന വാക്കിൻ്റെ അർത്ഥം. 118-ാം സങ്കീർത്തനം 25-ാം വാക്യം ഓർമ്മിപ്പിക്കുക: കർത്താവേ, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു, ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളെ രക്ഷിക്കണമേ. അതാണ് ഓശാന എന്ന വാക്കിൻ്റെ അർത്ഥം. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനം കൂടാര തിരുനാൾ ദിനത്തിൽ അതിൻ്റെ ആദ്യത്തെ 6 ദിവസങ്ങളിൽ അവർ ഒരുമിച്ച് വന്ന് ഒരു പ്രാവശ്യം ഈ ഓശാന ഗീതം ആലപിക്കും. അതിൻ്റെ 7-ാമത്തെ ദിവസം പുരോഹിതൻ അൾത്താരയ്ക്ക് സമീപം വന്ന് മറ്റ് ദൈവജനത്തോടൊപ്പം അവർ ഒരുമിച്ച് കൈകൾ കോർത്തു പിടിച്ച് വീണ്ടും ഓശാന ആലപിക്കും. അത് 7 പ്രാവശ്യം. അങ്ങനെ മരച്ചില്ലകൾ ജനങ്ങൾ ഉയർത്തിക്കൊണ്ട്, വീശി നൃത്തം ചവിട്ടിക്കൊണ്ട് ഈ ഓശാന ആലപിക്കുമ്പോൾ വിമോചകനായ ദൈവം തങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതും അവരുടെ മുക്തിക്കായുള്ള ആ ആന്തരിക അഭിലാഷം പ്രകടിപ്പിക്കുന്നതിൻ്റെയൊക്കെ ഓർമ്മയാണ് അവരുടെ മനസ്സുകളിൽ ഉള്ളത്. ഈ ഓശാന ഗീതം ഇസ്രായേൽ ജനം ഒരുമിച്ച് ആലപിച്ച് ഈന്തപ്പനയോലകളോ അല്ലെങ്കിൽ
ഒലിവിൻ ശാഖകളോ കൈകളിലേന്തിക്കൊണ്ട് അവർ ഓശാന ആലപിക്കുമ്പോൾ 118-ാം സങ്കീർത്തനം അവരെ ഓർമ്മിപ്പിച്ചതുപോലെ കർത്താവെ, അങ്ങ് വിമോചകനായി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ എന്നതാണ് അവരുടെ മനസ്സിലെ പ്രാർത്ഥന. നാമും ഈ ഓശാന ഞായറിൽ നമ്മുടെ മനസ്സുകളിൽ കാത്തു സൂക്ഷിക്കേണ്ട മന്ത്രണം അതായിരിക്കണം: കർത്താവെ, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വിമോചകനായി കടന്നു വരണമേ എന്ന്. ജെറൂസലേമിലേക്കാണ് യഥാർത്ഥത്തിൽ ഈ ഓർസലേം നിവാസികൾ, അവിടുത്തെ ജനങ്ങൾ യേശുവിനെ എതിരേറ്റ് കൊണ്ടുവരിക. ഇസ്രായേൽ ചരിത്രത്തിലെ ഏറ്റവും പ്രബലമായ നഗരമാണ് ജെറൂസലേം. പഴയ നിയമത്തിൽ പ്രത്യേകിച്ച് കവിതാത്മകമായി അവർ ജെറൂസലേമിനെ വാഴ്ത്തുമ്പോൾ അവർ ഉപയോഗിക്കുക സിയോൺ എന്നാണ്. ഈ സിയോൺ അല്ലെങ്കിൽ ജെറൂസലേം അത് കൂടുതൽ പ്രബലമാകുക ദാവീദ് രാജാവ് ജെറൂസലേം കീഴടക്കി തൻ്റെ തലസ്ഥാന നഗരിയായി അതിനെ ഉയർത്തുമ്പോഴാണ്. തുടർന്ന് സോളമൻ ദേവാലയം അവിടെ നിർമ്മിക്കുമ്പോൾ അങ്ങനെ ജെറൂസലേം കൂടുതൽ പ്രധാനപ്പെട്ട നഗരമായി തീരുന്നു. അതുകൊണ്ടാണ് ഈ ജെറൂസലേമിൽ നിന്ന് അകലെയാകുമ്പോഴും 48-ാം സങ്കീർത്തനം ഓർമ്മിപ്പിക്കുന്നത് പോലെ ഞങ്ങൾ ജെറൂസലേമിൽ ആയിരുന്നെങ്കിൽ, അവർ എന്നും ആ ജെറൂസലേമിനെ പറ്റി ഒരു നോസ്റ്റാൾജിയോടുകൂടെ, ഗൃഹാതുരത്വത്തോടുകൂടെ അവർ അനുസ്മരിക്കുക. അങ്ങനെ അവർക്ക് ഈ ജെറൂസലേം, ദൈവത്തിൻ്റെ ആലയം, ആ സമാഗമ കൂടാരം സ്ഥാപിച്ച വലിയ ദേവാലയത്തിൻ്റെ ഇടം ഇവർക്ക് എന്നും ദൈവത്തിങ്കിലേക്കുള്ള തിരികെ നടന്നു പോകുന്നതിൻ്റെയും ദൈവത്തെ തങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നതിൻ്റെയും ഒക്കെ ഓർമ്മയാണ്. വെളിപാടിൻ്റെ പുസ്തകം 21-ാം അധ്യായത്തിൽ ഈ നവ ജെറൂസലേമിൻ്റെലേക്ക് മഹത്വീകൃതമായ കുഞ്ഞാടിൻ്റെ മണവാട്ടിയായി ഒരു സമൂഹമായി ഉയർന്നു വരുന്നതിൻ്റെ ഓർമ്മയുണ്ട്. അങ്ങനെ യഹോവയുടെ ആ വാസസ്ഥലത്തിലേക്കാണ് അവർ ആ വാസസ്ഥലം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇസ്രായേൽ ജനം ഒന്നായി മുന്നോട്ട് പോകുക. ഈ ഓശാന തിരുനാൾ ദിനത്തിൽ നാമും ഓർക്കുക, ഈ ഒരു സ്വർഗീയ ജെറൂസലേമിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് നമ്മുടെ തീർത്ഥാടനമാണ്. ഈ ലോകത്തിലെ തീർത്ഥാടനത്തിൽ യേശുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക്, ഹൃദയത്തിലേക്ക് ഓശാന പാടി ഞങ്ങളെ രക്ഷിക്കണമേ നാഥ എന്ന് ആവർത്തിച്ചുകൊണ്ട് നമ്മുടെ ഉത്സവത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, ആന്തരികമായ അനുഭവത്തിൻ്റെ ബാഹ്യപ്രകടനമായി കുരുത്തോലകൾ കൈകളിലേന്തി, അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ വിവരിച്ചിരിക്കുന്നത് പോലെ ഈന്തപ്പല്ലന ഓലകളോ ഒലിവിൻ ശാഖകളോ കൈകൾ പിടിച്ചുകൊണ്ട് അവർ യേശുവിനെ എതിരേൽക്കുന്നു. നാമും അപ്രകാരം വിമോചകനായ ക്രിസ്തുവിനെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുകയാണ്. വളരെ രസാവഹമായ ഈ ഓശാന പ്രദക്ഷിണത്തിൻ്റെ ഭാഗം ഒരു കഴുതക്കുട്ടിയുടെ മുകളിൽ ആരോഹിതനായിട്ടാണ് യേശു ജെറൂസലേമിലേക്ക് കടന്നു വരിക. അതും ആരും കയറാത്ത കഴുത. സഖറിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: സിയോൻ പുത്രി അതിയായി ആനന്ദിക്കുക. ആർപ്പ് വിളിച്ച് ജെറൂസലേം പുത്രി ആർപ്പ് വിളിക്കുക. ഇതാ നിന്റെ രാജാവ് നിന്റെ അടുത്തേക്ക് വരുന്നു. അവൻ പ്രതാപവാനും ജയശാലിയുമാണ്. അവൻ വിനയാന്വിതനായി കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു. അങ്ങനെ വിനയാന്വിതനായി കടന്നു വരുന്ന സാമ്രാട്ടാണ്, സമാധാനത്തിൻ്റെ രാജാവാണ് യേശു. എന്തുകൊണ്ട് ഈ കഴുതക്കുട്ടി? തീർച്ചയായും യേശുവിൻ്റെ സാന്നിധ്യം നമ്മെ ഓർമ്മിപ്പിക്കുക സമാധാനം കൊണ്ടുവരുന്ന സ്നേഹത്തിൻ്റെ, സാന്ത്വനത്തിൻ്റെ രാജാവിൻ്റെ സാന്നിധ്യം തന്നെയാണ്. അവിടെ യുദ്ധക്കോപ്പുകളോ എതിർപ്പോ വെല്ലുവിളികളോ ഒന്നുമില്ലാതെ എല്ലാവരിലേക്കും സാന്ത്വനമായി കടന്നു വരുന്ന സ്നേഹഗായകൻ, അതാണ് യേശു. കർത്താവിന് ഈ കഴുതയെക്കൊണ്ട് ആവശ്യമുണ്ട്.
ഉടമ ആ കഴുതയെ വിട്ടുകൊടുക്കുന്നു. എന്നും വായ്പ ചോദിക്കുന്ന ദൈവമാണ് നമ്മുടേത്. 5000 പേർക്ക് ഭക്ഷണമൊരുക്കുവാൻ ഒരു പിഞ്ചുബാലൻ്റെ കൊച്ചു ഭക്ഷണപ്പൊതിയിൽ നിന്നും 5 അപ്പവും 2 മീനും കടം വാങ്ങിക്കുന്ന നാഥൻ. അതേപോലെ തന്നെ തൻ്റെ മരണശേഷവും അരിമത്യക്കാരൻ യൗസേപ്പിൻ്റെ ഖബറിടം കടം വാങ്ങുന്ന യേശു. ഇതേപോലെ തന്നെ നമ്മെ ഓരോരുത്തരെയും കർത്താവിന് ആവശ്യമുണ്ട്. ഒരിക്കൽ ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ജേഷിനോട് ഇപ്രകാരം വചനം പ്രഘോഷിക്കുവാനുള്ള യോഗ്യത എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഇപ്രകാരമായിരുന്നു: പാപത്തിൽ മുഴുകിയ ലോകത്തോട് ദൈവസ്നേഹത്തെക്കുറിച്ച് പറയുവാൻ കർത്താവിന് ഒരു കഴുതയെ ആവശ്യമുണ്ട് എന്ന്. അതാണ് യോഗ്യത. കർത്താവ് ആവശ്യപ്പെടുമ്പോൾ, അവിടത്തേക്ക് ആവശ്യമാകുമ്പോൾ നമ്മുടെ ജീവിതവും സമസ്തവും വിട്ടുകൊടുക്കേണ്ട ആവശ്യകത. വിശുദ്ധ ജോൺ മേരി വിയാനി പഴയ നിയമത്തിലെ ഒരു ഭാഗം ഉദ്ധരിച്ചുകൊണ്ട് പറയുമായിരുന്നു: സാംസൺ ഒരു കഴുതയുടെ വാരിയെല്ലുകൊണ്ട് 1000 പേരെ വകവരുത്തി ഫിലിസ്ത്യരുടെ മേൽ വിജയം വരിച്ചതുപോലെ കർത്താവിന് ഈ ഒരു കഴുതയെക്കൊണ്ട് ആവശ്യമുണ്ടെന്ന്. അങ്ങനെ കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്ന വ്യക്തികൾ സമൂഹത്തിൽ ഉണ്ടാകണം. ആരും കയറാത്ത ഒരു കഴുത, അതാണ് സമാന്തര സുവിശേഷങ്ങൾ വ്യക്തമാക്കുക. ക്രിസ്തുവിൻ്റെ തന്നെ ആഭിജാത്യമാണ് നാം അവിടെ കാണുക. ഈ കഴുതപ്പുറത്ത് കയറി വരുമ്പോൾ തൻ്റെ തന്നെ ആന്തരിക കരുത്ത് ഒരു പടക്കുതിരയുടേതോ അല്ലെങ്കിൽ പടക്കോപ്പുകളോട് കൂടെയുള്ളോ അല്ലെങ്കിൽ കരബലത്താലോ ഒന്നുമല്ല. അവിടുത്തെ ആന്തരിക കരുത്ത്, സമാധാനത്തിൻ്റെ സാന്നിധ്യം, അതാണ് നമ്മെ ഓർമ്മിപ്പിക്കുക. നാമും പലപ്പോഴും പറയാറുണ്ട് ഹോഴ്സ് പവർ എന്ന്. ഏതൊരു മോട്ടോറിൻ്റെയും അതിൻ്റെ ശക്തിയെപ്പറ്റി അളക്കുക ഹോഴ്സ് പവർ HP എന്നാണ്. പക്ഷേ ഇവിടെ ആ ശക്തികളൊന്നും ആശ്രയിക്കാതെ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചു കൊണ്ടുള്ള ഒരു ജീവിതത്തെ ഓർമ്മിപ്പിക്കുകയാണ് ഈ കഴുതപ്പുറത്ത് കടന്നു വരുന്ന സമാധാനത്തിൻ്റെ സാമ്രാട്ട്. കർത്താവിന് അതിനെ ആവശ്യമുണ്ട്. നമ്മുടെയും ജീവിതം കൊണ്ട് ക്രിസ്തുവിന് സമൂഹത്തിൽ പ്രവർത്തിക്കുവാനുള്ള ആവശ്യമുണ്ട്. ക്രിസ്തു നമ്മിലുണ്ടെങ്കിൽ മാത്രമേ ഈ ശക്തിയും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരികയുള്ളൂ. ആ കഴുതയെപ്പറ്റിയുള്ള കഥ ഓർമ്മിപ്പിക്കുന്നതാണ്. ക്രിസ്തുവിൻ്റെ സാന്നിധ്യമുള്ളപ്പോഴാണ് ഈ കഴുതയ്ക്ക് കൂടുതൽ ആ പ്രസക്തിയും ആ പ്രദക്ഷിണത്തിൽ അർത്ഥവും കടന്നു വരിക. മോചകനായ ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ച് സമൂഹമധ്യത്തിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ സാന്നിധ്യം കൊണ്ട് സമൂഹത്തിന് പരിവർത്തനമുണ്ടാകുന്നു, വ്യത്യസ്തത സംഭവിക്കുന്നു. അതുകൊണ്ട് നാമും 118 സങ്കീർത്തനത്തിലെ 28 വാക്യം ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം: കർത്താവേ, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു, ഞങ്ങളെ രക്ഷിക്കുവാൻ വരേണമേ എന്ന്. റോബർട്ട് ബ്രൗണിംഗ് എന്ന പ്രസിദ്ധനായ ആംഗലേയ കവി ദ പാട്രിയോട്ട് എന്ന പ്രസിദ്ധമായ ഒരു കവിത എഴുതിയിട്ടുണ്ട്. രാജ്യസ്നേഹി എന്ന കവിത യുദ്ധം കഴിഞ്ഞ് തിരികെ എത്തുന്ന ഒരു പടനായകന് സ്വീകരണം കൊടുക്കുന്നതിനെ പറ്റിയുള്ള വിവരണമാണ്. അതിൻ്റെ ആദ്യത്തെ വരികൾ ഇപ്രകാരമാണ്: ഇറ്റ് വാസ് റോസസ്, റോസസ് ഓൾ ദ വേ, വിത്ത് മേർട്ടിൽ മിക്സ്ഡ് ഇൻ മൈ പാത്ത് ലൈക്ക് മാഡ്. അതായത് വഴികളിലെല്ലാം പൂക്കൾ, റോസാപ്പൂക്കൾ, തളിരിലകൾ പാതകളിലും, അതും ഉന്മാദാഘോഷത്തോടുകൂടെ വിതരിച്ചിരിക്കുന്നു. അങ്ങനെ ഈ പടയാളി ഉത്സവ പ്രതീതിയോടുകൂടെ ആ മനുഷ്യനെ സ്വീകരിക്കുന്ന ഓർമ്മ 1 വർഷം കഴിഞ്ഞ് തൻ്റെ മനസ്സിൽ കൊണ്ടുവരികയാണ്. ആ ദിനത്തെപ്പറ്റി ഈ മനുഷ്യൻ ഓർക്കുമ്പോൾ അദ്ദേഹം ചിന്തിക്കുന്നത് ഇതാണ്: A year ago on this very day, had I said, good folk,
mere noise repels, but give me your son from yonder skies. They had answered, and afterward what else? ആകാശത്തിൽ ഇങ്ങനെ ഒളിതൂകി നിൽക്കുന്ന ആ സൂര്യനെ വേണമെന്ന് ആവശ്യപ്പെട്ടാലും ആ ജനം എനിക്ക് അത് സാധിച്ചു തരുമായിരുന്നു. എന്നിട്ട് വേണമെങ്കിൽ ചോദിക്കും, ഇനി എന്തു വേണം എന്ന്. പക്ഷേ 1 വർഷത്തിന് ശേഷം ഈ മനുഷ്യൻ തൻ്റെ അവസ്ഥയെ അനുസ്മരിക്കുകയാണ്. ആർഭാടങ്ങളൊന്നുമില്ലാതെ, ആരവങ്ങളില്ലാതെ, പരിവാരങ്ങളൊന്നുമില്ലാതെ ഏകനായി ഭാരവും പേറി കഴുമരത്തിലേക്ക് കൈകൾ നീട്ടി നടന്നെടുക്കുമ്പോൾ അയാൾ മന്ത്രിക്കുന്ന വാക്യം ഇതാണ്: Thus I entered and thus I go. ഞാൻ ഇപ്രകാരം പ്രവേശിച്ചു, ഇപ്രകാരം ഇവിടെ നിന്ന് കടന്നു പോകുന്നു. യേശുവിൻ്റെ ഈ രാജകീയ പ്രവേശം, ഓശാന തിരുനാളിൻ്റെ അനുസ്മരണം നമ്മുടെ മനസ്സുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ നാം അവശ്യം ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: എൻ്റെ ആ ഓശാന പാടി ക്രിസ്തുവിനെ ഞാൻ എതിരേൽക്കുമ്പോൾ എന്നും എൻ്റെ മനസ്സിൽ ആ ക്രിസ്തു വിമോചകനായി നിലനിൽക്കുന്നുണ്ടോ എന്ന്. ക്രിസ്തുവിൻ്റെ ആ രാജ്യത്വം നശ്വരമായ ഒരു ലോകത്തിൻ്റേതല്ല, അനശ്വരമായ ഒന്നിൻ്റേതാണ്. കർത്താവെ രക്ഷിക്കണമേ എന്നതാകട്ടെ നമ്മുടെ പ്രാർത്ഥന. നമ്മുടെ മനസ്സുകളിൽ എന്നും ആ വിമോചകനായ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഉണ്ടാകട്ടെ. ഒലിവ് ശാഖകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ആ വിശുദ്ധിയുടെ പുതിയ ജീവിതത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ഓർമ്മയാണെങ്കിൽ, ഈന്തപ്പനയോലകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ജീവിതത്തിൽ കൂട്ടായ്മയുടെയും ഐക്യത്തിൻ്റെയും ഓർമ്മയാണെങ്കിൽ, കുരുത്തോലകൾ നമ്മുടെ മനസ്സുകളിലേക്ക് കൊണ്ടുവരേണ്ടത് ഈ മാംസലമായ ഹൃദയത്തോടു കൂടിയുള്ള പുതിയ ജീവിതമാണെങ്കിൽ, നമുക്ക് ഓശാന പാടി ക്രിസ്തുവിനെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാം. ആ ക്രിസ്തുവിൻ്റെ വിമോചനം നമ്മുടേതുമാകട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. രക്ഷകനായ യേശുവേ, അങ്ങേ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക്, ജീവിതത്തിലേക്ക് ഓശാന പാടി ഞങ്ങൾ സ്വീകരിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതമെന്നും അങ്ങയുടെ കൃപയിൽ നിലനിൽക്കുവാൻ, അങ്ങയുടെ കാരുണ്യവും സമാധാനവും എന്നും അനുഭവിക്കുവാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ എന്നും വിമോചിപ്പിക്കുവാൻ അങ്ങ് കടന്നു വരയണമേ. പ്രത്യേകിച്ച് ഈ രക്ഷാകരമായ ഈ അനുസ്മരണം ഞങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ അങ്ങയുടെ ഉത്ഥാനത്തിൻ്റെ മഹത്വത്തിലേക്ക് ഞങ്ങൾ നടന്നു നീങ്ങുവാൻ ഞങ്ങൾക്ക് വരമേകണമേ. അങ്ങയുടെ കൃപയുടെ ഒരു കാലഘട്ടം ഞങ്ങൾക്ക് സ്വന്തമാകുവാൻ വരമേകണമേ. പ്രിയമുള്ളവരെ, ഈ യേശുവിൻ്റെ പീഡാസഹനവും കുരിശുമരണവും ഉത്ഥാനവും അനുസ്മരിക്കുമ്പോൾ നമ്മുടെയും ജീവിതത്തിൽ ഈ ഉത്ഥാനത്തിൻ്റെ അനുഭവം നിറഞ്ഞു നിൽക്കട്ടെ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.